എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കൊച്ചിയിലേക്ക് പോവേണ്ടി വന്നു. ഗിന്നസ് റെക്കോർഡിൻ്റെ മത്സരത്തിനായിട്ട് പോയി. ഞാൻ ഭയങ്കര എന്താണ് പറയുന്നത്, ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര ജാടയിലൊക്കെ ഞാൻ ഫോട്ടോയൊക്കെ ഇട്ടതാണ്. എൻ്റെ മോള് വിൻ ചെയ്തു, നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫോട്ടോയൊക്കെ ഇട്ടതാണ്. അതിനുശേഷമാണ് ഞാൻ മാരകകരമായിട്ടുള്ള ആ ഒരു ഞെട്ടിക്കുന്ന വിവരം അറിഞ്ഞത്. പക്ഷേ അത് പിന്നീട് അതേക്കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഫോണിൽ നെറ്റ് തീർന്നു പോയായിരുന്നു. അതുകൊണ്ട് അതിനൊന്നും സാധിച്ചില്ല. കാരണം വളരെ എന്താണ് പറയുന്നത്, ദയനീയകരമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ. ഈ ഒരു മത്സരത്തിന് നേരിട്ട് പോയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ. അപ്പോൾ അതിലേക്കൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ വരാം. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതിനൊന്നുമുള്ള വേദിയല്ല. അത് കുറേ കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ആദ്യം ഒരു വ്യക്തിയുടെ ഒരു പാരൻറ്റിൻ്റെ ഒരു സംസാരം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതിനുശേഷം ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയാം. വലുതാണെന്ന് ചിന്തിക്കണം. രണ്ടാമത് സ്പോൺസർഷിപ്പ് ആയി കിട്ടിയതാണ് ഇവർ. ശരിക്കും 3500 രൂപ ഒരു കുട്ടിയോട് ഇവർ വാങ്ങിക്കുമ്പോൾ 12,000 കുട്ടികളിൽ നിന്നും സംഘാടകരിലേക്ക് എത്തിച്ചേരുന്ന തുക എത്ര വലുതാണെന്ന് ചിന്തിക്കണം. രണ്ടാമത് ഇത് ചിലപ്പോൾ അറിയാൻ പറ്റാത്ത ആളുകൾക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞു തരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ 12,000 കുട്ടികളെയാണ് ഈ ഒരു ഗിന്നസ് റെക്കോർഡിലേക്ക് അവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവർ കണക്കാക്കി വെച്ചിരിക്കുന്നത് 12,000 കുട്ടികളെയാണ്. ഈ 12,000 കുട്ടികളിൽ നിന്നും അവർ രജിസ്ട്രേഷൻ ഫീസ് എന്നുള്ള നിലയിൽ മേടിച്ചിരിക്കുന്ന തുകയെന്ന് പറഞ്ഞാൽ 3,500 രൂപ ഒരു കുട്ടിക്ക് വെച്ചിട്ടാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ 12,000 കുട്ടികളാകുമ്പോഴത്തേക്ക് ഒരു കുട്ടിക്ക് 3,500 രൂപ വെച്ചിട്ട് മേടിക്കുമ്പോൾ എത്ര രൂപയാണ് ആവുന്നത് അല്ലേ? അപ്പോൾ അതാണ് ഈ ഒരു പാരൻസ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വരാം. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് തീരുമല്ലോ. കിട്ടിയതാണ് ഇവർക്ക് സാരി. ഈ കല്യാൺ സിൽക്സ് ആണ് ഇവർക്ക് ഒരു നീല സാരി സ്പോൺസർഷിപ്പ് ആയിട്ട് കൊടുത്തത്. പിന്നെ ഇവർക്ക് ഈ കുട്ടികളുടെ ഒരുക്കം, ഇവരുടെ ആട ആഭരണങ്ങൾ, ഇതിലെ എല്ലാ കാര്യങ്ങളും സംവിധാനങ്ങളും അവരവര് രക്ഷിതാക്കളുടെ സ്വന്തം പൈസയിലാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത് ഇവിടെ എത്തി കാണണം, അതായത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതവർ പറയുന്ന വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഈ കല്യാൺ സിൽക്സ് ആണ് ഈ കുട്ടികൾക്കുള്ള ഈ ഒരു സാരികൾ മുഴുവൻ, ഈ 12,000 കുട്ടികൾക്കുള്ളയും സാരിയും ബ്ലൗസിൻ്റെ പീസും എന്ന് പറഞ്ഞാൽ അവരുടെ സ്പോൺസർഷിപ്പായിരുന്നു. ഇത്രയും കുട്ടികൾക്കും അവർ ഫ്രീ ആയിട്ടാണ് നെയ്ത് കൊടുത്തത് ഡ്രസ്സ്. പിന്നീടുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഓർണമെൻറ്റ്സ്, ഈ കുട്ടികൾ ഇട്ടിരുന്ന ഓർണമെൻറ്റ്സുകൾ, പിന്നെ മേക്കപ്പ്, ഈ ഹെയറിൽ വെച്ചിരുന്ന പൂവ്, പിന്നെ തിരുപ്പൻ എന്ന് വേണ്ട എന്തൊക്കെ സാധനങ്ങൾ കുട്ടികൾ മേക്കപ്പിനായിട്ട് യൂസ് ചെയ്തു അതെല്ലാം കുട്ടികളുടെ സ്വന്തം പൈസ കൊടുത്ത് മേടിച്ചതാണ്. അനുഭവസ്ഥയാണ് ഞാനും. പിന്നീട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും സ്വന്തം പൈസ ചിലവാക്കിയാണ് ഓരോ കുട്ടികളെയും മേക്കപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ടീച്ചറിൻ്റെ കീഴിൽ ഓരോ പാരൻസും ഇത്ര രൂപ കണക്കാക്കി മേക്കപ്പ് ചാർജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മേക്കപ്പ് മാനെ കൊണ്ടുവന്നിട്ട് അവർ മേക്കപ്പ് ചെയ്താണ് നമ്മുടെ കുട്ടികളെ കൊണ്ടുവന്ന്. അതായത് എൻ്റെ മോളൊക്കെ വെളുപ്പാങ്കാലത്ത്, അതായത് ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് വെളുപ്പാങ്കാലത്ത് 2 മണിക്കാണ് മേക്കപ്പ് ഇടാനായിട്ട് കൊണ്ടാക്കിയിരുന്നത്. കാരണം ടീച്ചറിൻ്റെ കീഴിൽ ഏതാണ്ട് 102ഓളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു പോകാനായിട്ട്. അപ്പോൾ അത്രയും തന്നെ പാരൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടികൾക്ക് അവിടെ ചെന്നതിന് ശേഷം മേക്കപ്പ് ഇടാനുള്ള സൗകര്യവും കാര്യങ്ങളൊന്നുമില്ല, അതിനുള്ള ടൈമും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോയപ്പോഴത്തേക്ക് മേക്കപ്പൊക്കെ ചെയ്ത് സെറ്റായിട്ടാണ് പോയത്. അത് സ്വന്തം പൈസയിലാണ്. മാത്രമല്ല ഈ കുട്ടികളൊക്കെ പോയിരുന്ന വാഹനങ്ങളെന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ 4ഓളം ടൂറിസ്റ്റ് ബസ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പാരൻസിൽ നിന്നും പിരിവെടുത്ത പൈസ തന്നെയാണ് അതിനായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഇവർ പറഞ്ഞതും അതുതന്നെയാണ്. ഈ ചിലവുകളെല്ലാം വഹിച്ചിരിക്കുന്നത് പാരൻസാണ്. പിന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ കാര്യമാണ് പറയുന്നതിന് ബാക്കി കേൾക്കാം. പോലും ഈ പരിപാടി കാണണമെന്നുണ്ടെങ്കിൽ 2 തരം ടിക്കറ്റാണ് ഇവർ പറഞ്ഞിരുന്നത്. ബുക്ക് മൈ ഷോയിലൂടെ മുകളിലെ തട്ടിൽ, അതായത് ഗാലറി സൈഡിൽ 149ഉം തൊട്ടടുത്തുകൊണ്ട് ഇരുന്നു കൊണ്ട് കാണണമെങ്കിൽ 299ഉം ആണ് ഇവർ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഒരു തെറ്റ്. അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഞാനൊക്കെ കണ്ടതെന്ന് വെച്ചാൽ
ദൂരെ ഇരുന്ന് തന്നെയാണ് കണ്ടത്. കാരണം ഗാലറിയിൽ ഇരുന്ന് അവിടെ ഇരുന്നേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. 149 രൂപയുടെ ടിക്കറ്റ് ആയിരുന്നു. ഒന്ന് ഓർത്ത് നോക്കൂ, സ്വന്തം മക്കളെ ഈ ഒരു പ്രോഗ്രാമിന് കൊണ്ടുവരുന്ന സമയത്ത് 3500 രൂപ രജിസ്ട്രേഷൻ ഫീസ് കൊടുത്ത് ഈ കുട്ടികളെ അവിടെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്ന ആ ഒരു പാരൻസ്, കാരണം നമ്മൾ വരുന്ന സമയത്ത് ഒരു കുട്ടിക്ക് 10 പാരൻസ് വരെ വരാമെന്നാണ് ഇതിൻ്റെ നിയമം. പക്ഷേ അവർക്കെല്ലാവർക്കും ഇതുപോലെ എത്ര പേര് വരുന്നുണ്ടോ അത്ര പേർക്കും ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് നിർബന്ധമായിരുന്നു. പക്ഷേ ഞാൻ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ എത്ര പേര് പോകുന്നു അത്രയും പേർക്കുള്ള ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്യേണ്ടി വരും. പിന്നെ അതുമാത്രമല്ല വാഹനത്തിന് ഫീയും കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ ഒരാളെ മാത്രമായിട്ട് ആണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പൈസയുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നതെന്നുള്ളതാണ്. പക്ഷേ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവർ ഇത്രയും രൂപ കുട്ടികൾക്ക് രജിസ്ട്രേഷൻ ഫീസ് മേടിക്കുന്ന ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ പാരൻസിന് ഈ ഒരു സ്റ്റേഡിയത്തിൽ ഇരുന്ന് ഇത് കാണുന്നതിനുള്ള പൈസയെങ്കിലും ഇവർക്ക് മേടിക്കാതിരിക്കായിരുന്നു എന്ന് എനിക്ക് പറയാനുള്ളത്. അത് വളരെ മോശമായി പോയി. പല പാരൻസും ആഗ്രഹത്തോടു കൂടി, എല്ലാവർക്കും നിവർത്തിയൊന്നും ഉണ്ടായിട്ടല്ല ഈ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ആഗ്രഹം കൊണ്ടും കുട്ടികൾക്ക് ഇതിനോടുള്ള ടാലൻറ്റ് കൊണ്ടും മാത്രമാണ് പഠിപ്പിക്കുന്നത്. പിന്നെ വളരെ ചുരുക്കം ആളുകളാണ് നല്ല കാശൊക്കെ ഉള്ള ആളുകൾ അവരുടെ ആഗ്രഹം കൊണ്ടൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എല്ലാവരെയും ഈ പറയുന്ന കണക്ക് ഒരു കാര്യം വരുമ്പോൾ എല്ലാവരേക്കും ശരിയായിട്ട് എല്ലാ രീതിയിലും വരാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പോൾ മറ്റുള്ളവരുടെ ആ ഒരു ഇതും കൂടി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം സ്വന്തം മക്കളുടെ ഒരു പെർഫോമൻസ് കാണണം എന്നുണ്ടെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാ കുട്ടികളും ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പോൾ ആരെയും തിരിച്ചറിയാൻ പറ്റില്ല. എന്നാൽ പോലും ആ ഒരു പരിപാടി കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വരുന്ന പാരൻസിന് 149ഉം 290 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് കാണേണ്ട ഒരു ഗതികേടിനെ പറ്റി ഒന്ന് ഓർത്ത് നോക്കൂ. എന്റെ പേര് ബിജി ഹിലാൽ എന്നാണ്. എന്റെ മകള് മൃദംഗനാഥം പരിപാടിയിൽ ഇന്നലെ പങ്കെടുത്തിരുന്നു. എനിക്ക് വ്യക്തിപരമായി സ്റ്റേഡിയവും പരിസരവും ഒക്കെ അറിയുന്നത് കൊണ്ട് ഞാൻ വളരെ വിശ്വാസത്തോടു കൂടിയാണ് എന്റെ മകളെ വിട്ടത്. എറണാകുളത്തുള്ള കുട്ടികൾ അടക്കം ഇന്നലെ 1 മണി മുതൽ ഇതിന്റെ തയ്യാറെടുപ്പിലായിരുന്നു. അവരുടെ ബസ്സിൽ അവർ ഇവിടെ എത്തുകയായിരുന്നു. ശരിക്കും ഞങ്ങൾ മനസ്സിലാക്കിയത്, ഇപ്പൊ പേരന്റ് എന്ന രീതിയിൽ നമ്മുടെ നൃത്ത വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളിലേക്ക് എത്തിയ വിവരം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പ് കേരളം തമിഴ്നാടിന്റെ റെക്കോർഡിനെ മറികടക്കാൻ വേണ്ടി, കേരളം അത് തന്നെയാണ് പറയേണ്ടത്, ഇങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്, കേരളം തമിഴ്നാടിന്റെ റെക്കോർഡിനെ മറികടക്കാൻ വേണ്ടി 12,000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, നർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് കേരളം നടത്തുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കളെ അതിലേക്ക് വിടുന്നത്. ആദ്യഘട്ടത്തിൽ 2000 രൂപ വാങ്ങിക്കുകയും അതെല്ലാം നമ്മൾ ഈ പറയുന്ന പോലെ നൃത്ത സെന്ററുകൾ ഏത് അധ്യാപകരുടെ അടുത്തോ ആണ് നമ്മൾ അയച്ചു കൊടുത്തത്. പിന്നീട് 1600 രൂപയോ 1500 രൂപയോ പിന്നീട് ഇവർ വാങ്ങിക്കുകയും ചെയ്തു. ശരിക്കും 3500 രൂപ ഒരു കുട്ടിയോട് ഇവർ വാങ്ങിക്കുമ്പോൾ 12,000 കുട്ടികളിൽ നിന്നും സംഘാടകരിലേക്ക് എത്തിച്ചേരുന്ന തുക എത്ര വലുതാണെന്ന് ചിന്തിക്കണം. രണ്ടാമത് സ്പോൺസർഷിപ്പായി കിട്ടിയതാണ് ഇവർക്ക് സാരി. ഈ കല്യാൺ സിൽക്സ് ആണ് ഇവർക്ക് ഒരു നീല സാരി സ്പോൺസർഷിപ്പായിട്ട് കൊടുത്തത്. പിന്നെ ഇവർക്ക് ഈ കുട്ടികളുടെ ഒരുക്കം, ഇവരുടെ ആട ആഭരണങ്ങള്, ഇതിലെ എല്ലാ കാര്യങ്ങളും സംവിധാനങ്ങളും അവരവര് രക്ഷിതാക്കളുടെ സ്വന്തം പൈസയിലാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത് ഇവിടെ എത്തി കാണണം, അതായത് രക്ഷകർത്താക്കൾക്ക് പോലും ഈ പരിപാടി കാണണം എന്നുണ്ടെങ്കിൽ 2 തരം ടിക്കറ്റ് ആണ് ഇവർ പറഞ്ഞിരുന്നത്. ബുക്ക് മൈ ഷോയിലൂടെ മുകളിലെ തട്ടിൽ, അതായത് ഗാലറി സൈഡിൽ 149ഉം തൊട്ടടുത്തുകൊണ്ട് ഇരുന്നു കൊണ്ട് കാണണമെങ്കിൽ 299ഉം ആണ് ഇവർ പറഞ്ഞത്. ഇത്രയും തുക വാങ്ങിയിട്ടും യാതൊരു സുരക്ഷാ നടപടികളും ഇല്ലാതെ ഈ പരിപാടി നടത്തുമ്പോൾ അമ്മ എന്ന നിലയിൽ ഇത് TV-യിൽ കാണുമ്പോൾ എനിക്കുണ്ടായിരുന്ന ആശങ്കകൾ ചെറുതായിരുന്നില്ല. പിന്നെ ഞാൻ ജീവിക്കുന്ന മണ്ഡലത്തിലെ MLA, വ്യക്തിപരമായി അറിയുന്ന ആള് ഇതുപോലുള്ള ഒരു വീഴ്ച. പിന്നെ GCDയുടെ സ്റ്റേഡിയം എന്ന് പറയുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയമാണ്. അതിന്റെ ഗാലറിയിൽ ഇങ്ങനെ ഒരു കാര്യം ചേഞ്ചസ് വരുത്തുമ്പോൾ GCDയുടെ അനുമതി വളരെ പ്രധാനമാണ്. GCDയുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇല്ല, നമ്മള് ഗ്രൂപ്പായിട്ട്, അതായത് ഒരു ഡാൻസ് സ്കൂളിൽ നിന്ന് ഗ്രൂപ്പായിട്ട് പോകുന്നവരോട് 3500 രൂപയാണ് വാങ്ങിയത്. രജിസ്ട്രേഷൻ ഫീ ആണെന്നാണ് ഇവര് പറഞ്ഞത്. റെസിപ്റ്റ് ഒന്നും തന്നിരുന്നില്ല. അത് പലർക്കും പല എമൗണ്ടാണ് മേടിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ കുട്ടിക്ക് നമ്മുടെ ടീച്ചറിൻ്റെ ഭാഗത്ത് നിന്ന് ഡാൻസിൻ്റെ ഇതിനായിട്ട് മേടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് 5000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസായിട്ട് മേടിച്ചിരിക്കുന്നത്. പിന്നീടെന്ന് വെച്ചാൽ പിന്നീട് ഈ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ഓരോ പാരൻസുമാണ് വഹിച്ചുകൊണ്ടിരുന്നത്.
അപ്പോൾ അതങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇവർ രജിസ്ട്രേഷൻ ഫീസും സംഭവങ്ങളൊക്കെ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ഓരോ രീതിയിലാണ് മേടിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പോൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കൂ, അവിടെ ഈ കുട്ടികൾക്ക് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ചെറിയ ഒരു കുപ്പി വെള്ളം. ഈ ചെല്ലുന്ന കുട്ടികൾക്ക് കൊടുത്തതെന്ന് പറഞ്ഞാൽ അത് എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. ചെറിയ ഒരു കുപ്പി വെള്ളം, പിന്നെ കഴിക്കാനായിട്ട് ലെയ്സോ മറ്റോ 5 രൂപയുടെ ഒരു പാക്കറ്റിലുള്ള ലെയ്സോ മറ്റോ ആണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഓർത്ത് നോക്കുകയാണ്, എന്തുവാണിത്? ശരിക്കും പറയുകയാണെങ്കിൽ ആ ചേച്ചി പറഞ്ഞതിൽ കാര്യമുണ്ട്. കാരണം തമിഴ്നാടിൻ്റെ റെക്കോർഡിനെ മറികടക്കാനായിട്ട് ചെയ്ത ഒരു പരിപാടിയായിട്ടാണ് എനിക്കിത് തോന്നിയിരിക്കുന്നത്. മാത്രമല്ല, എനിക്കിതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ പറയുകയാണെങ്കിൽ നീണ്ടു പോവും. അതുകൊണ്ട് അത് പറയാനുള്ള കാര്യമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതിന് മുമ്പായിട്ട് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ വന്ന കുട്ടികൾക്ക് അവർ കൊടുത്തൊരു ഗിഫ്റ്റാണ് ദേ വെള്ളം. കുട്ടികൾക്ക് കുടിക്കാൻ കൊടുത്ത വെള്ളം കേട്ടോ. 2 കവള് വെള്ളം കൊള്ളുമായിരിക്കും എന്നെപ്പോലുള്ള വായുള്ളവർക്കാണെങ്കിൽ. ഇതാണ് അവർ കൊടുത്ത വെള്ളമെന്ന് വെച്ചാൽ. പക്ഷേ ഇത് ഉപയോഗിച്ചില്ല. നമ്മൾ വേറെ നല്ല തിളപ്പിച്ചാറ്റിയ വെള്ളമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഉപയോഗിക്കേണ്ടി വന്നില്ല. കല്യാൺ സിൽക്സ് എന്ന് ഇതാ വെള്ളത്തിൽ വരെ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അവർക്കുള്ള സ്പോൺസറാണെന്ന് തോന്നുന്നു. ഈ വെള്ളം കല്യാൺ സിൽക്സുകാർക്കുള്ള സ്പോൺസറാണെന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം വെള്ളത്തിൽ കല്യാൺ സിൽക്സ് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം പോലും അവർ സ്പോൺസറായിട്ട് നൽകിയതായിരിക്കണം. അപ്പോൾ അപ്പോൾ എന്തായാലും ഇതേക്കുറിച്ച് ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാനായിട്ടുണ്ട്. ഈ ഒരു കാര്യം കൊണ്ടൊന്നും തീരില്ല. കാരണം എനിക്കത് പറയാനുള്ള വോയിസ് ഉണ്ട്. കാരണം ഞാൻ ഒരു പാരൻസാണ് എന്നതിനേക്കാൾ ഉപരി പിന്നീട് ഞാൻ അവിടെ പോയി അവിടുത്തെ രീതികളൊക്കെ കണ്ട ഒരു വ്യക്തി കൂടിയാണ്. അത് മാത്രമല്ല, എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് ആരെയും പ്രൊട്ടക്റ്റ് ചെയ്ത് സംസാരിക്കേണ്ട കാര്യമില്ല. അത് എന്തെന്ന് വെച്ചാൽ, ഞാനൊരു യൂട്യൂബറാണ് എന്നുള്ള നിലയിലാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. ഒരു പാരൻസാണ്, അതിനേക്കാളേറെ ഒരു യൂട്യൂബറാണ് എന്നുള്ള നിലയിൽ എന്നിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ സത്യസന്ധമാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും ഇതിൻ്റെ ബാലൻസ് ഉണ്ട്. പറയാനുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും കാത്തിരിക്കുക. ബൈ.